പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ള വിതരണത്തിലെ അപാകതകൾ പരിഹരിച്ച് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് വാട്ടർ അതോറിറ്റി മതിലകം സെക്ഷൻ ഓഫീസിനു മുന്നിൽ സമരം നടത്തി. പെരിഞ്ഞനം 13, 14 വാർഡുകളിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 3 മാസത്തോളമായി. ദേശീയപാത നിർമ്മാണത്തിന്റെ പൈപ്പ് പൊട്ടിയതാണ് ഈ മേഖലയിൽ കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണം. എന്നാൽ പലതവണ അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. ഇതേ തുടർന്നാണ് സമരവുമായി രംഗത്തെത്തിയത്. എന്നാൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൈപ്പ് പൊട്ടിയത് ശരിയാക്കേണ്ടത് നിർമ്മാണ കമ്പനിയാണെന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത്. നിർമ്മാണ കമ്പനിയുടെ കരാറുകാരനുമായി ബന്ധപ്പെട്ട് 4 ദിവസത്തിനുള്ളിൽ പൈപ്പ് ശരിയാക്കി നൽകാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷീബ മുരളി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ കരീം, സ്മിത സന്തോഷ്, TL ഗോപിനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ KC രവീന്ദ്രൻ, അഷീറ ബഷീർ, ഷംല ഷെഫീഖ്, പ്രീതി സന്ദീപ്, ബിന്ദു ജയൻ എന്നിവർ നേതൃത്വം നൽകി. കുടിവെള്ളക്ഷാമമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പല പ്രദേശങ്ങളിലുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൊറ്റംകുളം ഭാഗത്തുള്ള കുടിവെള്ളക്ഷാമം ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്തൊക്കെ വെള്ളക്ഷാമത്തിൻ്റെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വാട്ടർ അതോറിറ്റിയായിട്ട് ഇപ്പോൾ ഏരിയയായിട്ട് സംസാരിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയതിൽ നാഷണൽ ഹൈവേയുടെ ഭാഗത്തു നിന്ന് അത് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ അവർ പറയണത്. അപ്പോൾ നാഷണൽ ഹൈവേ അത് അതിൻ്റെ കോൺട്രാക്ടർക്ക് വിളിച്ചു, അതിൻ്റെ എയിനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവരിൽ നിന്ന് ഇപ്പോൾ കിട്ടിയൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ ഇത് പരിഹരിക്കാനായിട്ടുള്ള സമീപനം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 ദിവസത്തിന് ശേഷം ഇത് പരിഹരിക്കാനായിട്ടുള്ള സമീപനം ഇല്ലെങ്കിൽ വീണ്ടും ഈ 4 ദിവസത്തിന് ശേഷം ഇവിടെ വീണ്ടും ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വരുമെന്ന് ഞങ്ങളുടെ എയിനെ അറിയിച്ചിട്ടുണ്ട്.